റിസർവ് വനത്തിന് അകത്തൂടെയുള്ള യാത്രയാണ്. അത്യന്തം ഒരു ഭീതി ഉണ്ടാക്കുന്ന യാത്രയാണ് ഇതുവഴി പോകുമ്പോൾ. കൂടുതലും വൈകുന്നേരങ്ങളിൽ പരിചയമില്ലാത്ത ആൾക്കാർ തന്നെ പോയാൽ അത്യാവശ്യം പേടിച്ചു. സ്ഥിരമായ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ഏരിയയാണ് ഈ പ്രദേശം. ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രമാണ് ഈ കാണുന്നത്. കാടിന് നടുക്കുള്ള ഒരു ശിവക്ഷേത്രം. അതായത് ഊരാളി അപ്പൂപ്പൻ കാവ് ക്ഷേത്രത്തിന് മുന്നോടിയായിട്ടുള്ള ക്ഷേത്രമാണ് അത്. ഇതിപ്പോൾ നമ്മളിപ്പം ഊരാളി ക്ഷേത്രത്തിൻ്റെ സമീപത്തൂടാണ് പോകുന്നത്. ധാരാളം ഭക്തജനങ്ങൾ എല്ലാ ദിവസവും വരുന്നത് പോലെ തന്നെ ഇവിടെ ഇന്നും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അടുത്തുകൂടെയുള്ള കൂപ്പ് റോഡിൽ കൂടാണ് പോകുന്നത്. ഇവിടെ കുറച്ചുകൂടെ അടിക്കാടുകളുണ്ടായിരുന്നു. വന്യമൃഗശല്യം കൂടുതലായതിനാൽ നാട്ടുകാരുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അതൊക്കെ സൈഡിലേക്ക് തെളിക്കുകയുണ്ടായി. മേയാൻ വിട്ടിരിക്കുന്ന കാളകളെയാണ് നമ്മൾക്ക് കാണുന്നത്. ഇവിടുന്ന് നേരെ നമ്മൾ കാണുന്ന ഒരു ബോർഡുണ്ട്, അച്ചൻകോവിൽ എന്ന് എഴുതിയിട്ടുണ്ട്. നേരെ പോകുന്നത് അച്ചൻകോവിൽ. അത് പകൽ സമയത്ത് പോലും അവിടെ ആന ഇറങ്ങുന്ന റൂട്ടാണ് അച്ചൻകോവിൽ റൂട്ട്. നമുക്ക് അങ്ങോട്ടല്ല പോകേണ്ടത്. നമുക്ക് കല്ലേലി പാലം കയറി ആണ് പോകേണ്ടത്. ഇവിടെ വരുമ്പോൾ നമ്മൾ ആ കിളികളുടെയൊക്കെ ശബ്ദം, പ്രകൃതിയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് കേൾക്കണം. എന്ത് രസമുണ്ടല്ലേ. വിവിധ ഇനം കിളികളുടെയും മറ്റ് വനത്തിലുള്ള ചെറു ജീവികളുടെയും സൗണ്ടുകളൊക്കെയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫാമിലിയായിട്ട് ഒരു ദിവസം അത്യാവശ്യം സഞ്ചരിച്ച് കാണാവുന്ന സ്ഥലങ്ങളാണ് ഞാനീ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കല്ലേലി പാലം, ഈ പാലം കയറി കുറച്ചുകൂടി പോകുമ്പോൾ മഴക്കാലമാകുമ്പോൾ സൈഡിലൊക്കെ നല്ല കാട്ടരുവികളൊക്കെ ഉണ്ട്. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ സൈഡ് വലിയൊരു തോടുണ്ട്. ഒരിക്കലും പറ്റത്തില്ല അവിടുത്തെ വെള്ളം. കണ്ടോ, ഇത് കണ്ടോ, ചരിഞ്ഞൊരു പാറ കണ്ടോ, പുല്ലൊക്കെ അതിലിങ്ങനെ സൈഡിൽ പോയി. എന്തൊരു രസമുണ്ട് കാണാൻ. തോടിൻ്റെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. ബസ്, ഒരു KSRTC ബസ് പോകുന്നുണ്ട്. 2 ബസ് സർവീസ് നടത്തുന്നുണ്ട്. ഇതുവഴി ഒരു പ്രൈവറ്റ് ബസ്സും ഉണ്ട്, KSRTCയും ഉണ്ട്. ഈ ഇപ്പോൾ കാണുന്ന ഈ പാറയുടെ മുകളിൽ മഴ സമയത്ത് അവിടെ നിന്ന് വെള്ളം താപ്പോട്ട് വീഴുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ, നല്ല രസമാണ്. ഇനി നമ്മൾ പോകുന്നത് മെയിൻ അട്രാക്ഷനായ കാട്ടാത്തിപ്പാറയുടെ സൈഡിൽ കൂടാണ്. കാട്ടാത്തിപ്പാറ വലത്ത് സൈഡിൽ നമുക്ക് കാണാം. കാട്ടാത്തിപ്പാറ അതിന് അങ്ങനെ പേര് വരാൻ ഒരു കഥയൊക്കെ ഉണ്ട്. അത് പിന്നീടൊരു അവസരത്തിൽ ഞാൻ പറയാം. ഇവിടെ അള്ളുങ്കൽ ശിവക്ഷേത്രമാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ 2ാമത്തെ ക്ഷേത്രമാണ് കാണുന്നത്. അള്ളുങ്കൽ പാലം കയറുമ്പോൾ വലത്ത് സൈഡിലോട്ട് നോക്കിയാൽ നമുക്ക് കാട്ടാത്തിപ്പാറയുടെ ചെറിയൊരു ഭംഗി, ഞാൻ ചെറിയതെന്നേ പറയത്തുള്ളൂ, ചെറിയൊരു ഭംഗി ആസ്വദിക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ കയറിയാലാണ് നമുക്ക് കൂടുതൽ രസകരമായിട്ട് പോകുന്നത്. ഇപ്പം തന്നെ കണ്ടിട്ട് നല്ല ഒന്ന് കയറിയാൽ കൊള്ളാവുന്നൊക്കെ ഉണ്ടല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ തോട് കേട്ടോ, വലിയ തോടാണ്. മഴ സമയത്ത് ഇഷ്ടം പോലെ വെള്ളം, ഇപ്പോഴും വെള്ളമുണ്ട്. എന്നാൽ മഴ സമയത്ത് ഒന്നുകൂടെ നല്ലതാണ് കുളിക്കാൻ. നല്ല രസം. ചിറകൊക്കെ കെട്ടി പിള്ളേരൊക്കെ ആക്കിയാണ് അടിച്ചു കുളിക്കാം. ഇപ്പം വന്നാലും എൻജോയ് ചെയ്യാം. നമ്മൾ തേടിപ്പൊക്കൊണ്ടിരിക്കുന്ന, അതായത് എത്തിച്ചേരേണ്ട സ്ഥലത്ത് നമ്മൾ നിമിഷങ്ങൾക്കകം എത്തും. ഈ വലതുവശത്ത് കാണുന്നതാണ്
നമ്മുടെ വീട് കാണും. അവിടെ ഒരു അച്ഛനും അമ്മയും ഞങ്ങളെ കാത്തിരിപ്പുണ്ട്. ഓക്കെ, ബൈ.